അങ്ങനെ നമ്മുടെ തണ്ടൂരി ചായ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ചൂടാക്കുന്നത്. ഞാൻ 2 ആൾക്കാർക്ക് കണക്കായിട്ടുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം തിളയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ 1 ഇഞ്ച് സിനമൻ്റെ കഷ്ണവും പിന്നെ 2 ഏലക്കായ ചതച്ചതും ആഡ് ചെയ്യാണ്. ഫ്രഷ് ഏലക്കായ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പൗഡേർഡ് ഏലക്കായ ആണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള ചായപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് നമുക്ക് ഈ ചായ വേണ്ടത്. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ചായപ്പൊടിയാണ്. ഇപ്പം ഇതുപോലത്തെ ഇങ്ങനത്തെ ചായപ്പൊടിയാണ് കേട്ടോ, ഫൈൻ പൗഡർ അല്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിനി നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൽ വ്യത്യാസമായിട്ടുള്ളൊരു സാധനം നമ്മൾ ചേർക്കാൻ പോണത്, ഇതിങ്ങനെ തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് 1 പിഞ്ച് സാഫ്രൺ കുങ്കുമപ്പൂവ് അതും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പോളം പാല് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹോൾ മിൽക്കാണ്, ഫുൾ ഫാറ്റുള്ള പാൽ തന്നെയാണ്. അപ്പം ഇത് വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല നന്നായിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോഴേ അതിൻ്റെ ഒരു ശരിക്കും ആ ഒരു ടേസ്റ്റും റിച്ച്നെസ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാനിതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിൻ്റെ കണക്കനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടികൾ ചെയ്യാം. അങ്ങനെ ചായ തിളച്ച് പൊങ്ങി റെഡി ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയത്തെ കാര്യങ്ങളാണ് നമ്മുടെ തണ്ടൂരി ചായയിൽ നമുക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സംഗതി. അതായത് ഇങ്ങനൊരു ക്ലേൻ്റെ ഒരു പാത്രം, ഇതാണ് തണ്ടൂരി ചായയുടെ മെയിൻ സംഗതി. അപ്പോൾ അത് നമ്മൾ നല്ലോണം ചൂടാക്കിയെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു പുതിയ പാത്രം ഇത് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് മേടിച്ചതാണ്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ ഇനി ഇത് കറക്കും, അതൊന്നും കുഴപ്പമില്ല. ഇതിന് നല്ല ചൂട് വേണം. ഇതിങ്ങനെ ഗ്യാസിൽ വെച്ചിട്ട് 2 സൈഡും അകവും പുറവും ഒക്കെ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ശരിക്ക് ഇതിങ്ങനെ ചായക്കടയിൽ ചെയ്യുമ്പം അവർ കനലിൻ്റെ അകത്തേക്ക് ഈ കപ്പുകളെ ഇടുക ചെയ്യുക. അപ്പോൾ അത് അതിലിരുന്ന് ഇങ്ങനെ ചൂടായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇത് ചെയ്യണത്. എൻ്റെ ഒരു ഫ്രണ്ട് പ്രിയ ഉണ്ട്, പ്രിയയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. കാരണം ഈ ഗ്യാസ് അടുപ്പ് ഇത് എങ്ങനെയാണ് ചൂടാക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെത് ഇലക്ട്രിക്കാണ്, അതിലും ചെയ്യാം കേട്ടോ. അതിലിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മളിങ്ങനെ നിർത്തും, പിന്നെ ഞാനതിങ്ങനെ തിരിച്ചിടും. അപ്പോൾ അതിൻ്റെ അകം ചൂടാവും, അത്രേ പറ്റുള്ളൂ. അപ്പോൾ ഈ സൈഡൊക്കെ അത് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ചുട്ടെടുക്കണ പോലെ ആക്കണമെങ്കിൽ ഗ്യാസ് അടുപ്പായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. സൈഡൊക്കെ ഇനി മെല്ലെ മെല്ലെ കറുത്ത് തുടങ്ങും. അപ്പോൾ ഈ കപ്പ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെച്ചിരിക്കാൻ പാടില്ല, നമ്മൾ ഇമ്മീഡിയറ്റ് തന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. പിന്നെ ഇതിൽ വേണമെങ്കിൽ സെർവ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. പക്ഷേ ഭയങ്കര ചൂടായിരിക്കും, അത് കാരണം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് റെഗുലർ കപ്പിലാണ് സെർവ് ചെയ്യാറ്. അപ്പം അങ്ങനെ ഇതൊരു വിധം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് പതച്ച് മറിയാതിരിക്കാൻ. എന്നിട്ട് അതിലേക്ക് വേറൊരു ചായപാത്രം വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ ചൂടാക്കിയ ആ ക്ലേൻ്റെ മഗ് നേരെ ഇതിലേക്ക് വെക്കുകയാണ്. ഇതിപ്പോൾ നല്ലോണം ചൂടായി അകമൊക്കെ കറുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ ചായ ഒഴിക്കുകയാണ്. ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. കാരണം അത് അതിനകത്തിരുന്ന് തിളച്ച് പൊങ്ങി മറയും. അപ്പോഴാണ് കണ്ടില്ലേ, അപ്പോഴാണ് അതിന് തണ്ടൂരി ചായ ആവണതും ആ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടുന്നു. ഇനിയിപ്പോൾ ഇതിനെ നിങ്ങൾക്ക് വേറൊരു മഗ്ഗിലോ അല്ലെങ്കിൽ ഇതിൽ തന്നെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മലയാളികൾക്ക് ചായ പ്രിയപ്പെട്ടതായ കാരണം ഈ ഒരു ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.